മേഘവിസ്ഫോടനമുണ്ടായ ഉത്തരാഖണ്ഡിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. ദുരിതബാധിത മേഖലകളിൽ ടെലിഫോൺ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചുവെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു. വിനിത വിജയാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനിത, ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴെങ്ങനെ തുടരുന്നു? കൂടുതൽ വിവരങ്ങൾ എന്താണ് ഇപ്പോൾ ലഭിക്കുന്നത്? ഗുഡ് മോർണിംഗ് സ്മിത. ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഊർജിതമായി തന്നെ തുടരുകയാണ്. ഇതിനോടകം തന്നെ 800-ലധികം ആളുകളെയാണ് ഈ ദുരിതബാധിത മേഖലകളിൽ നിന്നൊക്കെയായി രക്ഷപ്പെടുത്തിയത്. ഒപ്പം തന്നെ താൽക്കാലികമായി അവിടെ റോഡ് പുനഃസ്ഥാപിക്കുന്നതിനുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ ഇപ്പോഴും പുരോഗമിക്കുന്നുവെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതായും അധികൃതർ അറിയിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടുകൂടി ഈ രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഒക്കെ കുറച്ചുകൂടി വേഗത്തിലാക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ഒപ്പം ഇതിനോടകം തന്നെ ഏതാണ്ട് 800-ലധികം ആളുകളെ ദുരിതബാധിത മേഖലകളിൽ നിന്നായി മാറ്റിയിട്ടുണ്ട്. ഈ വീട് നഷ്ടപ്പെട്ടവർക്കും ഒപ്പം തന്നെ ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും ഒക്കെയായി 5 ലക്ഷം രൂപ അടിയന്തര ദുരിതാശ്വാസ ഫണ്ടായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ തുക നൽകി തുടങ്ങിയതായി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ മേഖലകളിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളി ഉയർത്തിയിരുന്നത് ഈ അപകടമുണ്ടായതിന്, ഈ മേഘവിസ്ഫോടനം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ ഈ പ്രശ്നബാധിത മേഖലകളിലൊക്കെ തന്നെ പരസ്പരം ബന്ധപ്പെടാനുള്ള ടെലിഫോൺ സംവിധാനം അത് ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തെ അടക്കം വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മേഖലകളിലൊക്കെ ഈ വൈദ്യുതി, ഈ ടെലിഫോൺ ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. വിവിധ സേനകളുടെ നേതൃത്വത്തിലായ ഏതാണ്ട് 200-ലധികം ദുരിതാശ്വാസ പ്രവർത്തകർ ആ മേഖലകളിൽ നിന്ന് ഇപ്പോഴും പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. നിരവധി പേര് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ക്യാമ്പുകളിലൊക്കെ മുഖ്യമന്ത്രി എത്തി സ്ഥിതിഗതികളൊക്കെ തന്നെ അദ്ദേഹം അവിടെ വിലയിരുത്തിയിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ മഴ മുന്നറിയിപ്പ് ഉത്തരാഖണ്ഡിലും ഹിമാചലും ഉൾപ്പെടെയുള്ള മേഖലകളിലും ഒക്കെ തന്നെ തുടരുകയാണ്. ഏതാണ്ട് ഹിമാചലിലും ഉത്തരാഖണ്ഡിലുമായി 14 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. 14-ാം തീയതി വരെ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. സ്മിത. വിനീത വിജയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.